ഹലോ, ഇന്നൊരു സൺഡേ ആട്ടോ. ഞാനും സനലും കൂടിയിട്ട് അപ്പോൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ ഒരു റോഡ് ഞാൻ കാണാത്തത് കൊണ്ട്, ഇത്രയും ട്രാഫിക് ഇല്ലാത്ത റോഡ് കണ്ടതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് മൈ നെയിൽ സ്പോട്ടിലാണ് പോയത്. അവിടെ ഞാൻ എക്സ്റ്റൻഷൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ നല്ല ഡിസ്കൗണ്ട്സ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ കയറിയായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു കുറച്ച് ലാഗ് ഉണ്ടാവും, ഒരു കസ്റ്റമറും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ ശരി, അതിൻ്റെ അടുത്ത് തന്നെ ഡിമാർട്ട് ഉണ്ടെന്ന് അവിടെ പോയിട്ട് വരാം, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. സോ ഇത് ബാംഗ്ലൂരിലുള്ള ഡിമാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. കുറേ പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷേ കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഇവിടെ കുറേ അഫോർഡബിൾ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. കുറേ ക്രോക്കറീസ് ഐറ്റംസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആൻഡ് എന്ത് വേണം, നമുക്കൊരു വീട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണോ അതെല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ആൻഡ് അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ. ഇതപ്പം നിങ്ങൾ പ്രൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വിലക്കുറവാണെന്നുള്ളത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ ഇവിടെ. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവും. ആൻഡ് ഇവിടെ നിന്ന് ഞാൻ ഒന്ന് രണ്ട് വീട്ടിലിടാനുള്ള ടീഷർട്ട്സും ഷോർട്ട്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ. അധികം സാധനമൊന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരുള്ളപ്പോഴൊക്കെ ഇവിടെ ഡിമാർട്ടിൽ പോയി വാങ്ങാറുണ്ട് കേട്ടോ സാധനങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു വേറൊരു റോയൽ മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ അവിടെയാണ് ഇപ്പോൾ ട്രൈ ചെയ്യാറ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. ആൻഡ് ഫസ്റ്റിന് അവരുടെ നെയിൽസാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. എനിക്ക് അത്യാവശ്യം കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒറിജിനൽ നെയിൽസിലാണോ നെയിൽ ജെൽ പോളിഷ് അടിക്കേണ്ടത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വെക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് എക്സ്റ്റൻഷൻ വെച്ചാൽ മതി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എക്സ്റ്റൻഷൻ. വെച്ചാൽ ഞാൻ കല്യാണത്തിന് ശേഷം എക്സ്റ്റൻഷൻസ് പിന്നെ വെച്ചിട്ടില്ല, പിന്നെ വെക്കണില്ലാന്ന് തീരുമാനിച്ചത്, കാരണം നെയിൽസ് ഡാമേജ് ആണുണ്ട്. പക്ഷേ പിന്നെ എനിക്കിങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ രണ്ടാമത് വെച്ചാണ്. അപ്പോൾ ഫെബ്രുവരിയൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫെബ്രുവരി മന്തിന് വേണ്ടിയിട്ടുള്ള ഒരു നൈസ് ഒരു നെയിൽ ആർട്ടൊക്കെ ചൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ പോയത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ അത് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇത് അവർ എന്നിട്ട് ഈ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് കുറച്ച് ഇതൊക്കെ നെയിലൊക്കെ ഇത് ചെയ്ത് കളഞ്ഞു, കുറച്ച് ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് ഇവിടുത്തെ എനിക്ക് സർവീസസ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര നല്ല സർവീസസ് ആയിരുന്നു അവർ. വെച്ചാൽ അവർ കസ്റ്റമർ ഡീൽ ചെയ്യണതും പിന്നെ അവർ ഓരോന്ന് ചെയ്യണതും നല്ലൊരു പ്രൊഫഷണൽ രീതിയിലായിരുന്നു. ഞാനിതിന് മുന്നേ നെയിൽ എക്സ്റ്റൻഷൻ വെച്ച കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നെയിൽ എക്സ്റ്റൻഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതെനിക്കൊട്ടും പ്രൊഫഷണലായിട്ട് തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് അവരുടെ പേര് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് പ്രൊഫഷണലായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ടും നമ്മൾ എക്സ്റ്റൻഷൻസ് വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പെയിൻ ഉണ്ടാവാൻ പാടില്ല നെയിൽസിൽ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് വെച്ചപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. വെച്ചാൽ അവർ ഒരു ബ്ലേഡിൻ്റെ മെഷീൻ കണ്ടില്ലേ, അത് വെച്ച് ചെയ്യുമ്പോഴേക്കും എൻ്റെ സൈഡ്സിലൊക്കെ കൊണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു സാധനം കണ്ടോ, ഇതൊരു പൗഡർ പോലത്തെ സാധനമാണ്. അത് നമ്മൾ എന്താ പറയുക, ഒരു ലിക്വിഡിൽ, എനിക്ക് തോന്നുന്നു നെയിൽ പോളിഷ് റിമൂവറാണ്, അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ സാധനം വെക്കുന്നത്. അതിനിടയ്ക്ക് സനൽ ഞാൻ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി കേട്ടോ. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അവർ വെക്കുന്നത്. അതെല്ലാം ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് ഇവരിതിൽ വെച്ചത്. എനിക്ക് എൻ്റെ ഒറിജിനൽ നെയിൽസ് പോലെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഞാൻ വെച്ചത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തേന്ന് വെച്ചാൽ എനിക്കത് എടുത്തറിയുന്നുണ്ടായിരുന്നു ഒരു എക്സ്റ്റൻഷൻ ആണെന്നുള്ളത്. അപ്പോൾ സനൽ ഇതുവരെ പെഡിക്യൂർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പെഡിക്യൂർ ചെയ്തു. അപ്പോൾ സനലിന് കാലിൽ ഇക്കിളിന്ന് വെച്ചാൽ ഭയങ്കര ഇക്കിളിയാട്ടോ. അപ്പം അങ്ങനെ ഇക്കിളിയൊക്കെ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഷോട്ടൊന്നും എടുത്ത് എൻ്റെ നെയിൽസ് ചെയ്യണ സമയത്ത് ചുമ്മാ എടുത്തതാണ്. അപ്പോൾ പെഡിക്യൂറിൻ്റെ സർവീസസ് ആണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് ഒരു യൂണിസെക്സ് സലൂണായിരുന്നു, അതുകൊണ്ട് രണ്ടുപേർക്കും സനലും അതുകൊണ്ട് ബോറടിച്ചില്ല. എൻ്റെ ഇത് ചെയ്ത് കഴിയുന്ന ടൈമും കൊണ്ട് തന്നെ സനലിൻ്റെ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സനലിന് ആ സർവീസസ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കാലൊക്കെ കണ്ടിട്ട് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മാനിക്യൂറും കൂടി ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ നെയിൽസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ തന്നെ പോരണമെന്നുണ്ടായിരുന്നു. വെച്ചാൽ എനിക്ക് കൈയൊക്കെ കണ്ടിട്ട് തന്നെ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം എന്തായാലും പോകണം കേട്ടോ. ഇത് ജയനഗറിലാണ്, മൈ നെയിൽ സ്പോട്ട് എന്നാണ് പേര്. ഇപ്പോൾ അവർ ഓഫറിലാണ് ഇപ്പോൾ ഒരു 50% ഓഫിലാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്ത ഡിസൈൻ. നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയാണോ ഫോട്ടോയിൽ കാണിച്ചത് അതുപോലെ തന്നെയാണ് അവർ ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. ഇതാണ് സനൽ മാനിക്യൂർ കണ്ടിട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ മാനിക്യൂർ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.